പിസാസിന്റെ വിശേഷങ്ങളുമായി നായിക പ്രയാഗ മാർട്ടിനാണ് ഇന്ന് മ്യാവിൽ അതിഥിയായി ചേരുന്നത്. പ്രയാഗ, സ്വാഗതം. സ്വാഗതം. തുടക്കം തന്നെ ഗംഭീരമായിരിക്കുന്നു. മികച്ച അഭിപ്രായങ്ങളുമായി ചിത്രം മുന്നേറുകയാണ്. എന്ത് പറയുന്നു പിസാസിനെ പറ്റി? പിസാസിൽ ഇപ്പം പിസാസിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒത്തിരി അധികം സന്തോഷിക്കുന്നു ഞാനിപ്പം. ബിക്കോസ് മിഷ്കിൻ സാറിൻ്റെ ഡയറക്ഷനും ബാലാ സാറിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാവുക, പിന്നെ പിസാസ് ടൈറ്റിൽ റോൾ ചെയ്യുക, ഇങ്ങനൊരു സിനിമയിൽ നിന്ന് തുടക്കം കുറിക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വൺ ഓഫ് മൈ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. യെസ്. സാധാരണയായി ജനങ്ങളെ പേടിപ്പിക്കുന്ന പിസാസിനെ പ്രണയിക്കാൻ പഠിപ്പിക്കുകയാണ് തൻ്റെ പുതിയ ചിത്രത്തിലൂടെ എന്നാണ് മിഷ്കിൻ സിനിമയുടെ ചിത്രീകരണ ഘട്ടങ്ങളിലും മറ്റും പറഞ്ഞത്. അത്തരത്തിൽ തന്നെ ചിത്രം പ്രേക്ഷകരുടെ പ്രണയത്തിന് പാത്രീഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രേക്ഷകർ നൽകുന്ന അഭിപ്രായങ്ങൾ? നല്ല റെസ്പോൺസും നല്ല റിവ്യൂസും ആണ് ഇപ്പോൾ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വലിയൊരു ബിക്കോസ് ഈ പിസാസ് ഇതൊരു ഹൊറർ മൂവി ആണെങ്കിൽ പോലും കുറച്ചൊരു ഡിഫറൻസ് ഉള്ളൊരു ഗോസ്റ്റ് ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഡിഫറൻസാണ്, ആ ഒരു വ്യത്യസ്തതയാണ് ഇപ്പോൾ പ്രേക്ഷകരായാലും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളതും. സോ എനിക്ക് കിട്ടുന്ന റെസ്പോൺസും റിവ്യൂസും എല്ലാം ഭയങ്കരമായിട്ട് ഓവർവെൽമിംഗ് ആണ്. അപ്പം യെസ്. മിഷ്കിൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയും അത്തരത്തിൽ തന്നെയാണ്. എത്ര ചെറിയ കഥാപാത്രമാണെങ്കിൽ പോലും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. അത്തരത്തിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഭവാനി എന്ന് പറയുന്ന കഥാപാത്രം. കുറച്ച് മാത്രമേ ഉള്ളെങ്കിലും പ്രേക്ഷകർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? പറഞ്ഞ പോലെ തന്നെ മിഷ്കിൻ സാറിൻ്റെ സിനിമകളിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ് സാറിൻ്റെ സിനിമയിലുള്ളത്. ഇപ്പം പിസാസിൽ തന്നെ ആയാലും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല, കുറേ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സും ഇല്ല, വളരെ ലിമിറ്റഡ് ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷേ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ദറ്റ് കംസ് ടു സ്ക്രീൻ ഓൺ സ്ക്രീൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. സംസാരം എന്നുള്ളതിൽ ഞാൻ അർത്ഥമാക്കുന്നത് ഡയലോഗ്സിൽ മാത്രമല്ല. ഈ ഗോസ്റ്റ് ഭവാനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇസ് ആക്ച്വലി ഇൻറ്ററാക്റ്റിംഗ് അല്ലെങ്കിൽ ടോക്കിംഗ് ടു ദി ഓഡിയൻസ്. പ്രേക്ഷകരോട് സംസാരിക്കുന്ന പോലെയാണ് ഭവാനിയുടെ ക്യാരക്ടർ സിനിമയിലുടനീളം വന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഡിഫറെൻറ്റ് ഗോസ്റ്റാണ്. അപ്പം ആ ഡിഫറൻസ് ശരിക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിവ്യൂസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഈ പ്രോജക്റ്റിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ജ്വല്ലറി ആർട്സ് ചെയ്തിരുന്നു. അപ്പം അത് കണ്ട് സാർ അതിൽ സ്പോട്ട് ചെയ്ത് പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ ചെന്നൈയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്രീൻ ടെസ്റ്റ്, ഇറ്റ് ഹാപ്പൻഡ് ഓൺ എ ലേറ്റർ നോട്ട്, സോ ഐ ഗോട്ട് ഇൻ ടു ദിസ് പ്രോജക്റ്റ്. ദൈവത്തിന് മീതെ സുരക്ഷയും രക്ഷയും ഒക്കെ നൽകാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ടാണ് പിസാസിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരുപക്ഷെ സംവിധായകൻ മിഷ്കിൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിശ്വസനീയമായ ഒരു കഥ, പക്ഷേ അത് വിശ്വസനീയമായ രീതിയിൽ പറയാൻ കഴിഞ്ഞു എന്നിടത്ത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു വിജയവും. ആദ്യ ചിത്രമാണ്, അതിൽ കഥാസന്ദർഭം ഒക്കെ ആദ്യം കേട്ടിരുന്നു. സാറ് എന്നെ ആദ്യം ഞാൻ സാറിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ സാറ് പറഞ്ഞിരുന്നു, പ്രയാഗ ആസ് എൻ ആക്ടർ ദ ഫസ്റ്റ് ഫിലിമാണ്, അറിയാം, ജസ്റ്റ് സറണ്ടർ യുവർ സ്കിൽസ് ആൻഡ് യുവർ ടാലൻറ്റ് ടു മീ, ഐ വിൽ ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പിന്നെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു ആദ്യത്തെ സിനിമ ഇങ്ങനെയൊരു ക്യാരക്ടർ, അതും ഹൊറർ ജോണറിൽ പെടുന്ന ഒരു മൂവി, അപ്പം അങ്ങനെ ഒരു സംശയമോ അല്ലെങ്കിൽ ഇത് വേണോ എന്നൊന്നും എനിക്ക് തോന്നിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മിഷ്കിൻ സാറും ബാലാ സാറും ആ ഒരു രണ്ട് സ്റ്റാൾവാർഡ്സ് ഓഫ് ദി ഇൻഡസ്ട്രിയുടെ ഒരു കോമ്പിനേഷൻ, ടു മീ ഐ ഫൗണ്ട് മൈസെൽഫ് ടു ബി വെരി ഫോർച്ചുനേറ്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിൽ. പിന്നെ ഈ ക്യാരക്ടർ എനിക്കെന്തോ വളരെയധികം ഇഷ്ടപ്പെട്ടു സാറ് സ്റ്റോറി നറേറ്റ് ചെയ്തപ്പോൾ തന്നെ. കാരണം വളരെയധികം ഹാർട്ട് ടച്ചിങ് ആണ്. മാത്രമല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന, സിനിമ കണ്ട് ഇറങ്ങി വരുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിലൂടെ എന്താ പറയുക, മൂവി ഈ ഒരു കരിയർ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നു.
റിയലിസ്റ്റിക്കായി കഥ പറയുകയും അതേസമയം തന്നെ കുറച്ച് ഫാൻറ്റസി കലർത്തുകയും ചെയ്യുക എന്നത് തന്നെയാണ് മിഷ്കിൻ്റെ സിനിമയുടെ പ്രത്യേകത. പിസാസിലും അത് അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു പ്രയാഗ. എങ്ങനെയായിരുന്നു സിനിമ, സ്വന്തം അഭിനയം ഒക്കെ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ്? ഞാൻ കണ്ടിരുന്നു, സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ടിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ക്രൂ എല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെ പോയി കണ്ടു. പിന്നെ ഒരു 2-3 പ്രാവശ്യം, ഞാൻ കുറച്ച് അധികം പ്രാവശ്യം കണ്ടിരുന്നു ഈ മൂവി. സാറിൻ്റെ സിനിമകളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രാവശ്യം കണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പം കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും ഇന്ന സീനിൽ ഇതാണ് സാർ ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇനിയും അതിൻ്റെ ഭംഗി നമുക്ക്, ഓരോ ഫ്രെയിമിൻ്റെ ഭംഗിയും കഥയുടെ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ പിസാസ് തന്നെ ഒരു 4-5 പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇത് എൻ്റെ ആദ്യ സിനിമ ആയതുകൊണ്ട് അല്ല, അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ഒത്തിരി പ്രാവശ്യം കാണുന്തോറും എനിക്കിഷ്ടം കൂടുകയാണ് സിനിമയോട്. ഒപ്പം തന്നെ തമിഴകം അത്ര പരിചിതമായിരിക്കില്ല പ്രയാഗയെ സംബന്ധിച്ച്. ആദ്യ ചിത്രം തമിഴിൽ ചെയ്യുക എന്ന് പറയുന്നത്. നാഗയാണ് നായകൻ. എങ്ങനെയായിരുന്നു ഷൂട്ടിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങൾ? എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്, അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു ഐ എം വെരി ലക്കി. എനിക്ക് ഈ സിനിമയിൽ തന്നെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞില്ല. കാരണം മിഷ്കിൻ സാറ് എനിക്ക് ഒരു മോർ ദാൻ ഒരു ഗുരുവാണ്. മിഷ്കിൻ സാർ ഒരു ഫാദർ ഫിഗറാണ് എനിക്ക്. ഒത്തിരി അധികം സാറെ പഠിപ്പിച്ചു തന്നിരുന്നു പല കാര്യങ്ങളെപ്പറ്റി, സിനിമയെപ്പറ്റി. സിനിമയെ മാത്രമല്ല, ആക്ഷൻ കട്ട്, ഫ്രെയിം, അതും സീൻ ഷോട്ട്, അത് മാത്രമല്ല, കുറേ അധികം പഠിക്കാൻ പറ്റി സാറിൻ്റെ കൂടെ ഒരു 4-5 months ജേർണിയിൽ. കുറേ ബുക്സ് വായിക്കാൻ എൻകറേജ് ചെയ്യും. മാത്രമല്ല, ജനറലായിട്ടുള്ള എല്ലാ ടോപ്പിക്കിനെ പറ്റി ഒരു ടീം എല്ലാവരും ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വി പുട്ട് ടോപ്പിക് ആൻഡ് വി ഡിസ്കസ് ഓൺ ഇറ്റ്. സോ അങ്ങനെയൊക്കെ ഒരു ഓവറോൾ ഗ്രൂമിങ് കിട്ടിയിരുന്നു. പിന്നെ നാഗയാണ് ഹീറോ. ഹിസ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വി ഹവ് ഓൾ പുട്ട് ഇൻ അവർ 100%. ഞങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ റിസൾട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ദ ടീം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ന്യൂ കമർ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ടീമാണ് വർക്ക് ചെയ്യാൻ കിട്ടിയത്. ഒരേ സമയം ചിത്രം തമിഴിലും റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴകത്ത് എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ്? ഒപ്പം മിഷ്കിനും അതുപോലെയുള്ള ക്രൂവും ഒക്കെ വിളിച്ച് അവിടെ നിന്നുള്ള അഭിപ്രായങ്ങളെ പറ്റി പറയുകയുണ്ടായി? തീർച്ചയായും. ഞാൻ ഇറങ്ങിയ റിലീസ് ടൈമിൽ ഞാൻ അവിടെയായിരുന്നു, ചെന്നൈയിലായിരുന്നു. ഭയങ്കര ഓവർവെൽമിങ് റെസ്പോൺസ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡിഫറൻസ് തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൊറർ മൂവി യൂഷ്വലി പ്രേക്ഷകർക്ക് അപ്പോൾ കാണാൻ പോകുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ക്ലീഷേഡ് ആയിട്ടുള്ള കുറച്ച് ഹൊറർ സീൻസ്, അല്ലെങ്കിൽ ക്ലീഷേഡ് ആയിട്ടുള്ള ഹൊറർ തീം, ക്ലീഷേഡ് ആയിട്ടുള്ളൊരു ഗോസ്റ്റ്. അപ്പോൾ ക്ലീഷേ എന്നുള്ള ഒരു കോമൺ എപ്പോഴും കാണുന്ന ഒരു ഗോസ്റ്റ്ലി അറ്റ്മോസ്ഫിയറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സാറ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ പ്രേക്ഷകർ, ഞങ്ങൾ ആക്ച്വലി തിയേറ്റർ വിസിറ്റും ഒക്കെ ചെയ്തിരുന്നു. അപ്പം നല്ല ഓവർവെൽമിങ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിൽ ചുവടുറപ്പിച്ച് തമിഴകത്തേക്ക് പോകുന്ന നടിമാർ ധാരാളമാണ്. തെന്നിന്ത്യയിൽ അടക്കമുള്ള നടിമാരിൽ മുൻനിരയിൽ നിൽക്കുന്നവർ പലരും അങ്ങനെയാണ്. പ്രയാഗ തമിഴകത്ത് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മലയാളത്തിലേക്ക് എങ്ങനെയാണ് പദ്ധതികൾ? പുതിയ ധാരാളം ഓഫറുകൾ വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഓഫേഴ്സ് ഉണ്ട്, മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ നിന്നുണ്ട്. പക്ഷേ ഇപ്പം ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവണമെന്ന് ആഗ്രഹമുണ്ട്. യെസ്, സൂൺ. എല്ലാവിധ ആശംസകളും പ്രയാഗ. മലയാളത്തിലും കാണട്ടെ ഇനി നല്ല ചിത്രങ്ങളുടെ ഭാഗമായി. ഒപ്പം ചിത്രത്തിന് എല്ലാവിധ ആശംസകളും. പിസാസിനിയും വലിയ വിജയമാവട്ടെ. താങ്ക് യു.